morning, students. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Diagonalize the matrix A is equal to 3, 5, 3, 0, 4, 6, 0, 0, 1 if possible. Diagonalize ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് ഡയഗണലൈസ് ചെയ്യാം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതാണ് Diagonalize the matrix. Diagonalize the matrix 10b question ആണ്. A is equal to matrix first row 3 5 3, second row 0 4 6, third row 0 0 1 if possible. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ലീനിയർ സിസ്റ്റം ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്യണം കേട്ടോ. നമുക്കൊന്ന് ഡയഗണലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഡയഗണലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം, ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം, മോഡൽ മെട്രിക്സ് കണ്ടുപിടിക്കണം. ദെൻ ഡയഗണലൈസ് ഡി ഈസ് ഈക്വൽ ടു എന്താണ്? പി ഇൻവേഴ്സ് എ പി. ആ മോഡൽ മെട്രിക്സിനെയാണ് നമ്മൾ പി എന്ന് പറയുന്നത്. അതിന്റെ പി ഇൻവേഴ്സ് കാണാം. ആ പി ഇൻവേഴ്സിനെ എ കൊണ്ട് ഗുണിക്കാം, ദെൻ പി കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഡയഗണലൈസേഷൻ കിട്ടും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഈ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാം. ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് ക്യാരക്ടറിസ്റ്റിക്കേഷൻ എന്താണ്? ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് ഒരു 3/3 മെട്രിക്സ് ആണ്. 3/3 മെട്രിക്സ് ആവുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പവഴിയുണ്ട്. എളുപ്പവഴി എന്താണ്? നമ്മുടെ ഫോർമുല ലാംഡ ക്യൂബ് മൈനസ് S1 ലാംഡ സ്ക്വയർ മൈനസ് S1 ലാംഡ സ്ക്വയർ പ്ലസ് S2 ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 0. ഈ ഒരു ഫോർമുല ഓർത്ത് വെച്ചാൽ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാനും ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനും എളുപ്പമുണ്ട്. എന്താണ് ആ ഫോർമുല? ലാംഡ ക്യൂബ് മൈനസ് S1 ലാംഡ സ്ക്വയർ പ്ലസ് S2 ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 0. S1 എന്താണ്? S1 എന്ന് പറഞ്ഞാൽ സം ഓഫ് മെയിൻ ഡയഗണൽ എലിമെന്റ്സ്. ഈ മെയിൻ ഡയഗണൽ എലിമെന്റ്സ് കൂട്ടുക. 3 + 4 + 1 നമുക്ക് എന്ത് കിട്ടും? 4 3 7 8. അപ്പൊ S1ന്റെ വാല്യൂ നമുക്ക് കിട്ടി. S1 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇനി നമുക്ക് അടുത്ത് എന്താ കണ്ടുപിടിക്കണം? S2 കണ്ടുപിടിക്കണം. S2 എന്താണ്? ഈ മെയിൻ ഡയഗണൽ എലിമെന്റ്സിന്റെ മൈനർ കൂട്ടിയെടുക്കണം. മെയിൻ ഡയഗണൽ എലിമെന്റ്സ് എന്താണ്? 3 4 1. അതിന്റെ മൈനർ കൂട്ടിയെടുത്താൽ കിട്ടുന്നതാണ് S2. അപ്പൊ മെയിൻ ഡയഗണൽ 3യുടെ മൈനർ എന്താണ്? 3 ഉൾപ്പെടുന്ന കോളവും 3 ഉൾപ്പെടുന്ന റോയും ഒഴിവാക്കി കഴിയുമ്പോൾ 4 6 0 1 പ്ലസ് 4ന്റെ മൈനർ എന്താണ്? 4 ഉൾപ്പെടുന്ന റോയും 4 ഉൾപ്പെടുന്ന കോളവും ഒഴിവാക്കി കഴിയുമ്പോൾ കിട്ടുന്നത് എന്താണ്? 3 3 0 1 പ്ലസ് 1ന്റെ മൈനർ എന്താണ്? 1 ഉൾപ്പെടുന്ന കോളവും 1 ഉൾപ്പെടുന്ന റോയും ഒഴിവാക്കി കഴിയുമ്പോൾ 3 5 0 4. ഇതാണ് നമുക്ക് മൈനസ് കിട്ടുന്നത്. 4 6 0 1, അതുപോലെ 3 3 0 1, 3 5 0 4. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 1 4, ഇത് 0 ആയി പോയി. പ്ലസ് 3 3 പ്ലസ് 4 3 12. 12 3 15 4 19. അപ്പൊ S2ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 19. ഇനി അടുത്ത ആരാണ്? ലാംഡ ക്യൂബ് മൈനസ് S1 ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് എ എന്താണ്? ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ നെയാണ് നമ്മൾ S3 എന്ന് പറയുന്നത് കേട്ടോ. ലാംഡ ക്യൂബ് മൈനസ് S1 ലാംഡ സ്ക്വയർ പ്ലസ് S2 ലാംഡ മൈനസ് S3 എന്ന് പറയാം, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് എ എന്ന് പറയാം. ഡിറ്റർമിനന്റ് എ എന്താണ്? നമ്മുടെ 3 5 3 0 4 6 0 0 1. ഇതിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 × 4 - 0 പ്ലസ് ഇവിടെ 3 കഴിഞ്ഞാൽ ഇവിടെ ഇടയ്ക്ക് മൈനസ് ആണ്. 5 × 5 ഉൾപ്പെടുന്ന കോളം പോയി കഴിഞ്ഞാൽ 0 - 0 പ്ലസ് 3 × 0 - 0. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് എന്താ കിട്ടിയ? 12. അപ്പൊ ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ലാംഡ ക്യൂബ് മൈനസ് S1 ലാംഡ സ്ക്വയർ പ്ലസ് S2 ലാംഡ മൈനസ് S3 എന്നാണ് അതിന്റെ ഡിറ്റർമിനന്റ് എ എഴുതാൻ മതി. ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 0. therefore ലാംഡ ക്യൂബ് മൈനസ് S1 എത്രയാണ്? 8 ലാംഡ സ്ക്വയർ പ്ലസ് S2 എത്രയാണ്? S2 എന്നുള്ളത് 19 ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് എന്താണ്? 12 is equal to 0.
അപ്പൊ നമുക്കൊരു ക്യൂബിക് ഇക്വേഷൻ കിട്ടി. ക്യൂബിക് ഇക്വേഷൻ എന്താ കിട്ടിയത്? ലാംഡ ക്യൂബ് മൈനസ് 8 ലാംഡ സ്ക്വയർ പ്ലസ് 19 ലാംഡ മൈനസ് 12 ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് കിട്ടിയ ക്യൂബിക് ഇക്വേഷൻ. ഈ ക്യൂബിക് ഇക്വേഷൻ നിങ്ങൾ കാൽക്കുലേറ്ററിലേക്ക് അടിച്ചു കൊടുത്താൽ കാൽക്കുലേറ്ററിൽ നമുക്ക് അതിന്റെ വാല്യൂസ് തരും. ലാംഡയുടെ വാല്യൂ തരുന്നത് 341. ഇത് നമ്മൾ കാൽക്കുലേറ്റർ അടിച്ച് കണ്ടാൽ മതി, അല്ലാതെ മാനുവലായിട്ടൊന്നും ചെയ്യാൻ നോക്കണ്ട. ലാംഡയുടെ വാല്യൂ നമുക്ക് 341. അപ്പൊ 3 വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. ക്യൂബിക് ഇക്വേഷൻ ആയതുകൊണ്ട് ലാംഡയ്ക്ക് 3 വാല്യൂസ് കിട്ടും. Therefore eigen values are 3, 4, 1. eigen values ഏതൊക്കെയാണ്? 3, 4, 1. ഇനി ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് അല്ലെ? ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. കണ്ടുപിടിയൊക്കെ നമുക്ക് 0 ഒന്നുണ്ട്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ eigen values നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് eigen values will be 3, 4, 1. അങ്ങനെയും ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ ഈ മെട്രിക്സ് നമുക്ക് ഭാഗ്യത്തിന് കിട്ടിയത് എന്താണ്? ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഫോമിലാണ് വന്നത്. ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ eigen values എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും 3, 4, 1 ആയിരിക്കും. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എഴുതാം the given matrix is upper triangular matrix, therefore eigen values are 3, 4, 1 എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയുള്ള റെയർ കേസിൽ അങ്ങനെ വന്ന് കിട്ടി, നമുക്കൊരു ഭാഗ്യമാണ് കിട്ടിയത്. അങ്ങനെ അറിയാവുന്ന കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യാം. അങ്ങനെ അറിയാൻ പാടില്ലാത്തവർ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ സ്റ്റെപ്പ് എഴുതി അതിന്റെ eigen values കണ്ടുപിടിക്കണം. eigen values എന്താണ്? 3, 4, 1. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ഓരോ eigen valuesനെയും ബേസ് ചെയ്ത് eigen vectors കണ്ടുപിടിക്കാം. ഒന്നാമത്തെ എന്താണ്? ലാംഡ ഈക്വൽ ടു 3 ടു ഫൈൻഡ് eigen vector. ലാംഡ ഈക്വൽ ടു 3. അപ്പൊ ഇവിടെ വരെ എല്ലാവരും എഴുതിയെടുത്തേ പെട്ടെന്ന്. ഇവിടെ വരെ എല്ലാവരും ക്ലിയർ ആയിട്ട് എഴുതി കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ eigen values കണ്ടുപിടിക്കുന്ന പ്രോസസ് ആണ്. eigen values കണ്ടുപിടിച്ചു. eigen values 2 വിധത്തിൽ കണ്ടുപിടിക്കാം. ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ eigen values എന്ന് പറയുന്നത് അതിന്റെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് ആണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റെപ്സുകളൊന്നും എഴുതാതെ തന്നെ direct ആയിട്ട് we can write it as, since the given matrix is an upper triangular matrix, the eigen values are 3, 4, 1 എന്ന് എഴുതാം. ഇനി അത് അറിയില്ലാത്ത കുട്ടികൾ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇക്വേഷൻ ഓർത്തിരിക്കുക. ലാംഡ ക്യൂബ് മൈനസ് s1 ലാംഡ സ്ക്വയർ പ്ലസ് s2 ലാംഡ മൈനസ് s3 അല്ലെങ്കിൽ ഡിറ്റർമിന്റ് a equals 0. അതിൽ s1 s2 ഡിറ്റർമിന്റ് a കണ്ടുപിടിച്ചപ്പോൾ നമുക്കൊരു ക്യൂബിക് ഇക്വേഷൻ കിട്ടി. ആ ക്യൂബിക് ഇക്വേഷൻ കാൽക്കുലേറ്ററിൽ ഫീഡ് ചെയ്തപ്പോ കാൽക്കുലേറ്റർ 3 വാല്യൂസ് തന്നു. ആ വാല്യൂസ് ഏതൊക്കെയാണ്? 3, 4, 1. ആ 3 വാല്യൂസ് ആണ് നമ്മുടെ eigen values. ഇനി 3 eigen valuesനെ ബേസ് ചെയ്ത് നമ്മൾ ആരെ കണ്ടുപിടിക്കണം? eigen vectors കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? eigen vector ലാംഡ ഈക്വൽ ടു 3 നെ കണ്ടുപിടിക്കാം. അതിന് ആദ്യം എന്ത് ചെയ്യണം? eigen matrix എഴുതാം. എന്താണ് eigen matrix? eigen matrix എന്ന് പറയുന്നത് 3 മൈനസ് ലാംഡ 5, 3, 0, 4 മൈനസ് ലാംഡ 6, 0, 0, 1 മൈനസ് ലാംഡ. ഇതാണ് നമ്മുടെ eigen matrix. ഈ eigen matrixലെ ആദ്യം ലാംഡ ഈക്വൽ ടു 3 അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ അതൊരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സിൽ എക്കലോൺ ഫോമിലോട്ട് മാറ്റാം. നമ്മൾ എക്കലോൺ ഫോം മെത്തേഡ് ചെയ്യുന്ന കാരണം എന്താണ്? നമ്മൾ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ ഒരുപാട് എക്കലോൺ ഫോം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എക്കലോൺ ഫോമിൽ തന്നെ നമ്മൾ eigen vector കണ്ടുപിടിക്കുന്നു. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എക്കലോൺ ഫോമിൽ തന്നെ eigen vector കണ്ടുപിടിക്കുന്നത്. പ്രൊസീജർ മറ്റു വിധത്തിലും കണ്ടുപിടിക്കാം. ഇതാണ് കുറച്ചുകൂടി നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട ഒരു മെത്തേഡാണ്. അതുകൊണ്ടാണ് ആ വഴിക്ക് ചെയ്യുന്നത്. ഇവിടെ ലാംഡ ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിയേ? 3ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് 0 വരും. അടുത്ത 5, 3, അടുത്ത 0, 4ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 1 വരും. ഇവിടെ 6, ഇവിടെ 0, 0, 1 മൈനസ് 3 എന്ന് പറയുമ്പോൾ എന്താണ്? 1 മൈനസ് 3 എന്ന് പറയുമ്പോൾ -2. അപ്പൊ നമുക്ക് 0, 5, 3, അതുപോലെ 0, 1, 6, 0, 1, 6, 0, 0, -2 എന്നുള്ള ഒരു മെട്രിക്സ്. ഇനി ഇതിനെ എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാം. എക്കലോൺ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യുക? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 5 ആണ്. ഈ 5ന് താഴെയുള്ള 1നെ 0 ആക്കാം. അതിനെന്താണ് പ്രോസസ് ചെയ്യുക? R2 changes to 5R2 minus R1. ഈ റോയിനെ 5 കൊണ്ട് ഗുണിക്കും. അപ്പൊ ഇവിടെ ഫസ്റ്റ് റോ 0, 5, 3. ഈ റോയെ നമ്മൾ 5 കൊണ്ട് ഗുണിച്ചിട്ട് കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 0 കിട്ടും. ഇവിടെ നമുക്ക് 0 കിട്ടും. ഇവിടെ നമുക്ക് 5 കൊണ്ട് 5, 6, 30. 30ൽ നിന്ന് എത്ര കുറയ്ക്കണം? 3 കുറയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടണം? 27. 30 - 3, 27. പിന്നെ ഇവിടെ 0, ഇവിടെ 0, ഇവിടെ -2.
അപ്പോൾ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് താഴെ നമ്മൾ 0 ആക്കി. ഇനി സെക്കൻഡ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 27 ആണ്. 27ന്റെ താഴെ ഉള്ളത് നമ്മൾ 0 ആക്കണം. അപ്പൊ നമുക്ക് പ്ലാൻ ചെയ്യാം 0 5 3 0 0 27 എന്നുള്ളത് ഒന്നാക്കാം. 27 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 0 -2. അടുത്ത റോയിൽ നമുക്ക് എന്ത് എഴുതാം 0 5 3 0 0 1 0 0. നമുക്ക് വെറുതെ കുറച്ച് കഴിഞ്ഞാൽ 0 എന്ന് എഴുതാം. കാരണം ഇതെങ്ങനെ ചെയ്തു? ഈ R3 ചേഞ്ചസ് ടു R3 + 2R1 R3 + 2R1 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അവസാനത്തെ റോ നമുക്ക് 0 എന്ന് എഴുതാം. അപ്പൊ 0 5 3 0 0 1 0 0 0. ഇതാണ് നമ്മുടെ എക്ലോൺ ഫോം. ഇവിടെ റാങ്ക് എത്രയാണ്? റാങ്ക് 2 ആണ്. നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ഇക്വേഷൻസ് എഴുതുമ്പോൾ 5y + 3z = 0 ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? സെക്കൻഡ് ഇക്വേഷൻ z = 0. ഇനി ഒരു വേരിയബിൾ ആർബിട്രറി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യണം. ആ y എന്നുള്ളത് നമ്മൾ t എന്ന് എടുത്തു. y t എടുക്കുമ്പോൾ നമുക്ക് y ഇല്ല, നമ്മളിവിടെ x ആണ് t ആയിട്ട് എടുക്കുന്നത്. x t ആയിട്ട്, കാരണം ഫ്രീ വേരിയബിൾ ഇവിടെ x ആണ്. x t ആയിട്ട് എടുക്കുന്നു. അപ്പോ x t ആയിട്ട് എടുത്തു. z 0 എടുത്തപ്പോ 5y = എന്താണ് കിട്ടിയത്? 0 എന്ന് കിട്ടി. y = 0. അപ്പൊ നമുക്ക് കിട്ടിയ ഐഗൻ വെക്ടർ എന്താണ്? t എന്നുള്ളത് 1 0 then z 0. അപ്പൊ 1 0 0 ഫസ്റ്റ് ഐഗൻ വെക്ടർ. അതായത് ലാംഡ = 3 വരുമ്പോഴുള്ള ഐഗൻ വെക്ടർ എന്താണ്? ലാംഡ = 3 വരുമ്പോഴുള്ള ഐഗൻ വെക്ടർ എന്ന് പറഞ്ഞാൽ 1 0 0. അത് നമുക്ക് ഇവിടെ എഴുതി വെക്കാം കേട്ടോ. ലാംഡ = 3 വരുമ്പോഴുള്ള ഐഗൻ വെക്ടർ നമുക്ക് ആവശ്യമുണ്ട്. അടുത്ത മോഡൽ മെട്രിക്സ് ഉണ്ടാക്കണമെങ്കിൽ ആവശ്യമുണ്ടല്ലോ. അപ്പൊ ലാംഡ = 3 ലാംഡ = 3 വരുമ്പോഴുള്ള ഐഗൻ വെക്ടർ ഏതാണ്? 1 0 0 1 0 0. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലാംഡ = 4 ആവുമ്പോഴുള്ള ഐഗൻ വെക്ടർ കണ്ടുപിടിക്കണം. ഇവിടെ ലാംഡ = 3 ആവുമ്പോഴുള്ള ഐഗൻ വെക്ടർ എന്താണ്? 1 0 0. ഇനി അടുത്ത് ലാംഡ = 4 ആവുമ്പോഴുള്ള ഐഗൻ വെക്ടർ കേട്ടോ. ഇനി എന്ത് ചെയ്യണം? ഈ ഐഗൻ മെട്രിക്സിലെ ലാംഡയ്ക്ക് പകരം എന്ത് കൊടുക്കണം? 4 കൊടുക്കണം. ലാംഡയ്ക്ക് പകരം 4 കൊടുക്കുക. ലാംഡയ്ക്ക് പകരം 4 കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് a - ലാംഡ എന്താ കിട്ടണേ? 3 - 4 that is equal to -1 5 3 0 4 - 4 എന്ന് പറഞ്ഞാൽ 0 6 0 0 1 - 4 എന്ന് പറഞ്ഞാൽ -3. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എക്ലോൺ ഫോമിലോട്ട് മാറ്റണം. അപ്പൊ -1 5 3 0 0 6. ഈ 6ന്റെ താഴെയുള്ള -3 നെ 0 ആക്കുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 0 0 0. അതായത് ഇതിന്റെ 2 കൊണ്ട് ഗുണിച്ചിട്ട് ഇതുമായിട്ട് ആഡ് ചെയ്താൽ 0 ആയിരിക്കും. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഇത് എക്ലോൺ ഫോം ആണ്. ഇതിന്റെ ഇക്വേഷൻ -x + 5y + 3z = 0 ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ 6z = 0. അപ്പൊ z ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഇവിടെ ഒരു വേരിയബിൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യാം. ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുന്നത് ഏതാണ്? ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുന്നത് y ആണ്. y നമ്മൾ t ആയിട്ട് എടുക്കും. അപ്പൊ നമുക്ക് x എന്താ കിട്ടുന്നത്? -x = -5y + -3z. അപ്പൊ എന്താ കിട്ടണേ? y യുടെ വാല്യൂ നമുക്ക് t കൊടുക്കുമ്പോൾ -5t എന്ന് വരും. z 0 ആണ്. അപ്പൊ x = 5. x = 5. അപ്പൊ നമ്മുടെ ഐഗൻ വെക്ടർ എന്താണ്? 5 1 0. രണ്ടാമത്തെ ഐഗൻ വെക്ടർ നമുക്ക് എന്ത് കിട്ടി? 5 1 0. അപ്പോ ലാംഡ = 4 ആവുമ്പോഴുള്ള ഐഗൻ വെക്ടർ will be 5 1 0. ഇനി നമുക്ക് ലാംഡ = 1 ആവുമ്പോഴുള്ള ഐഗൻ വെക്ടർ. അപ്പൊ ലാംഡ = 4 ആയപ്പോൾ ഐഗൻ വെക്ടർ എങ്ങനെ കിട്ടിയെന്ന് നോക്കിയേ. ഇവിടെ ഈ ഐഗൻ മെട്രിക്സിൽ ലാംഡയുടെ സ്ഥാനത്ത് 4 കൊടുത്തപ്പോൾ -1 5 3 0 0 6 0 0 -3. 4 ൽ നിന്ന് 4 കുറച്ച 0, 4 ൽ നിന്ന് 1 ൽ നിന്ന് 4 കുറച്ച -1. അതിനെ എക്ലോൺ ഫോം ആക്കി. അപ്പൊ ഇതിന്റെ റാങ്ക് 2 ആണ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ എഴുതുമ്പോൾ -x + 5y + 3z = 0 z 0 കൊടുത്തു. ഒരു വേരിയബിൾ നമ്മൾ ആർബിട്രറി ആയിട്ട് എടുത്തു. ആർബിട്രറി ആയിട്ട് എടുക്കുന്ന ഏതാണ്? നമ്മുടെ ഫ്രീ വേരിയബിൾ. ഫ്രീ വേരിയബിൾ ഏതാണ്? ഇവിടെ y ആണ് ഫ്രീ വേരിയബിൾ. y = t കൊടുത്തു. കണ്ടോ? -1 ന് താഴെയുള്ള 0 ആണ്. ഇവിടെ y ആണ് ഫ്രീ വേരിയബിൾ ആയിട്ട് വരുന്നത്. y = t കൊടുത്തു. അപ്പോ -x എന്ത് കിട്ടി? 5t കിട്ടി. 5 1 0. ഇനി അടുത്തായിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലാംഡ = 1 ആവുമ്പോൾ ഐഗൻ വെക്ടർ. മൂന്നാമത്തെ ഐഗൻ വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് ഐഗൻ മെട്രിക്സിലെ ലാംഡ = എന്ത് കൊടുക്കണം? ലാംഡ =
ലാംഡ ഈസ് ഈക്വൽ ടു 1 കൊടുക്കും. 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഗൻ മെട്രിക്സ് എന്താണ്? 3 - 3. അപ്പോൾ 2 എന്ന് കിട്ടും. 3 - 1 2, 5 3 0, 4 - 1 എത്രയാണ്? 3 6, ഇവിടെ 0 0, 1 - 1 0. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് താഴെയുള്ളത് 0 ആണ്. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് താഴെയുള്ള 0 ആണ്. തേർഡ് റോയിലെ 0 ആണ്. അപ്പൊ 2 5 3 0 3 6 0 0 0. ഇനി ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു എക്കലോൺ ഫോം ആണ്. എക്കലോൺ ഫോമിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലിമെന്റ് താഴെയൊക്കെ 0 ആയി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് താഴെ 0 ആയി. ബാക്കിയൊക്കെ 0 ആയി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എഴുതുമ്പോൾ 2x plus 5y plus 3z is equal to 0. 3y plus 6z is equal to 0. രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഒരു വേരിയബിൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തു. ആർബിട്രറി ആയിട്ട് ഇവിടെ ചൂസ് ചെയ്തത് ഏതാണ്? നമ്മുടെ z ചൂസ് ചെയ്യും. z is equal to t എന്ന് കൊടുക്കുന്നു. z t ആവുമ്പോൾ 3y is equal to -6t എന്ന് വരും. അപ്പോൾ y is equal to എന്ത് വരും? നമുക്ക് -2t. ഇനി z കിട്ടി, y കിട്ടി, ഇനി x കിട്ടണം. 2x is equal to -5y -3z. അപ്പോൾ -5 into y എത്രയാണ്? -2t -3 z എത്രയാണ്? t. അപ്പോൾ 10t -3t that is equal to എന്താണ്? 17 വരും. അപ്പോൾ x ന്റെ വാല്യൂ എന്താണ്? 7/2t. അപ്പോൾ നമ്മുടെ ഐഗൻ വെക്ടർ എന്താണ്? 7/2 കിട്ടും. y എന്താണ്? y എന്ന് പറഞ്ഞാൽ -2t. z എന്താണ്? z എന്ന് പറഞ്ഞാൽ t. ഇതിന് നമ്മൾ ഒരു ഫോമിൽ എഴുതുമ്പോൾ 7 രണ്ടും കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ 7 വരും. ഇവിടെ -4 വരും. ഇവിടെ നമുക്ക് 2 വരും. അപ്പൊ 7 - 4 2. 7 - 4 2. അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു 1 വരുമ്പോഴുള്ള ഐഗൻ വെക്ടർ എന്താണ്? 7 - 4 2. അപ്പൊ 3 ഐഗൻ വെക്ടേഴ്സും കിട്ടി. മൂന്നാമത്തെ ഐഗൻ വെക്ടർ കിട്ടാനായിട്ട് ഐഗൻ മെട്രിക്സിലെ ലാംഡയുടെ വാല്യൂ നമ്മൾ എന്ത് കൊടുത്തു? 1 കൊടുത്തപ്പോ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അതൊരു എക്കലോൺ ഫോം തന്നെയാണ്. എക്കലോൺ ഫോമിൽ നമ്മൾ ഇക്വേഷൻസ് ഡെറിവ് ചെയ്തെടുത്തു. ആ ഇക്വേഷൻസിൽ നിന്ന് ഒരു വേരിയബിൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തു. ഇവിടെ z ആണ് ഫ്രീ വേരിയബിൾ. z ന് t കൊടുത്തപ്പോൾ y യുടെ വാല്യൂ -2t, അതുപോലെ x ന്റെ വാല്യൂ 7/2t. അത് ഫ്രാക്ഷൻ ഒഴിവാക്കിയപ്പോൾ 7 - 4 2. അപ്പൊ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള പ്രൊസീജിയർ ഒക്കെ വളരെ എളുപ്പമാണ്. ഡയഗണലൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക. രണ്ടാമത് ഐഗൻ വെക്ടർ കണ്ടുപിടിക്കുക. ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടറും കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിട്ട് മാറും. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? മോഡൽ മെട്രിക്സ് എഴുതുക. അടുത്ത കാര്യം എന്താണ്? മോഡൽ മെട്രിക്സ്. മോഡൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി. മോഡൽ മെട്രിക്സ് നമ്മൾ പി എന്നാണ് വിളിക്കുക. മോഡൽ മെട്രിക്സ് എങ്ങനെ എഴുതാം? റൈറ്റ് ദി മോഡൽ മെട്രിക്സ്. മോഡൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ പി ആണ്. പി എഴുതുന്നത് നമുക്ക് കിട്ടിയ 3 ഐഗൻ വെക്ടർ. ഫസ്റ്റ് ഐഗൻ വെക്ടർ ലാംഡ ആയപ്പോൾ 3 ആയപ്പോൾ 1 0 0, 4 ആയപ്പോൾ 5 1 0, 1 ആയപ്പോൾ 7 - 4 2. അപ്പൊ ആദ്യം ഇങ്ങനെ എഴുതാം. 1 0 0 കോളം ആയിട്ട് എഴുതാം. അടുത്ത് 5 1 0, അടുത്ത് 7 - 4 2. നമുക്ക് കിട്ടിയ 3 ഐഗൻ വെക്ടറും ഇങ്ങനെ കോളമായിട്ട് എഴുതിയാൽ പുതിയൊരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സിന്റെ പേരാണ് മോഡൽ മെട്രിക്സ്. അപ്പൊ മോഡൽ മെട്രിക്സിലെ ഫസ്റ്റ് റോയിൽ 1 5 7, സെക്കൻഡ് റോയിൽ 0 1 -4, തേർഡ് റോയിൽ 0 0 2. ഇനി നമുക്ക് ആരെയാ കണ്ടുപിടിക്കേണ്ടത്? ഡി കണ്ടുപിടിക്കണം. ഡയഗണലൈസേഷൻ ഡി കണ്ടുപിടിക്കണം. ഡി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? പി ഇൻവേഴ്സ് എ പി ആണ്. പി ഇൻവേഴ്സ് എ പി. പി ഇൻവേഴ്സ് എ പി കാണാനായിട്ട് എന്ത് ചെയ്യണം? ഈ പി ഇൻവേഴ്സ് കാണുന്നത് രണ്ട് വിധത്തിൽ ചെയ്യാം. 1/determinant A, 1/determinant P into adjoint P. വെച്ചിട്ട് പി ഇൻവേഴ്സ് കാണാം. അതിനേക്കാൾ നിങ്ങൾക്ക് ഈ പി ഇൻവേഴ്സ് കാൽക്കുലേറ്ററിൽ ഫീഡ് ചെയ്താൽ കാണാൻ പറ്റും. പി നമ്മൾ അടിച്ചു കൊടുത്താൽ അതിന്റെ പി ഇൻവേഴ്സ് കിട്ടും. അപ്പൊ പി ഇൻവേഴ്സ് ഇവിടെ എഴുതാം. എ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ആണ്. പി എന്നുള്ള ഈ മെട്രിക്സ് ആണ്. ഇത് ഗുണിക്കുന്നത് നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാം. അങ്ങനെ ഗുണിച്ചു കഴിയുമ്പോൾ കാൽക്കുലേറ്ററിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? നമ്മൾ ഐഗൻ വാല്യൂസ് എടുത്ത ഓർഡർ ഏതാണ്? 3 4 1 ആണ്. അപ്പൊ നമ്മള് ഐഗൻ വാല്യൂസ് എഴുതുമ്പോൾ ഇതിങ്ങനെ എഴുതാം. സീറോസ് മെയിൻ ഡയഗണൽ എലമെന്റ്സ് 3 4 1 എഴുതാം. ബാക്കി എല്ലാ എലമെന്റ്സും 0 എഴുതാം. അപ്പൊ ഒരു മെട്രിക്സ് ഡയഗണലൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെയിൻ വർക്ക് വരുന്നത് എവിടെയാണ്? മെയിൻ വർക്ക് വരുന്നത് അതിന്റെ ഐഗൻ വാല്യൂസ് കാണാം, ഐഗൻ വെക്ടേഴ്സ് കാണാം.
ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഐഗൻ വെക്ടർ കോളം വെക്ടർ ആയിട്ട് എഴുതാം. അപ്പൊ നമുക്ക് പുതിയൊരു മെട്രിക്സ് കിട്ടും. ആ പുതിയ മെട്രിക്സിന്റെ പേരാണ് എന്താണത്? മോഡൽ മെട്രിക്സ്. ആ മോഡൽ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് പി. പി കിട്ടിക്കഴിഞ്ഞാൽ ഡി കാണാനുള്ള ഫോർമുല എന്താണ്? പി ഇൻവേഴ്സ് എ പി. പി ഇൻവേഴ്സ് എ പി ആണ് പി കാണാനുള്ള ഫോർമുല. ഡി കാണാനുള്ള ഫോർമുല പി ഇൻവേഴ്സ് എ പി. അതിൽ പി ഇൻവേഴ്സ് നമുക്ക് കാൽക്കുലേറ്റർ അടിച്ചുകൊടുത്താൽ കിട്ടും. നമ്മുടെ ഈ പി എന്ന മെട്രിക്സ് കാൽക്കുലേറ്റർ അടിച്ചുകൊടുത്താൽ കിട്ടും. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 ഡിറ്റർമിനന്റ് പി ഇൻറ്റു അഡ്ജോയിന്റ് പി വെച്ചിട്ട് പി ഇൻവേഴ്സ് കാണും. 1 ഡിറ്റർമിനന്റ് പി ഇൻറ്റു അഡ്ജോയിന്റ് പി നമ്മൾ പ്ലസ് 2 ക്ലാസ്സിലൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുള്ളതാണ്. 1 ഡിറ്റർമിനന്റ് പി ഇൻറ്റു അഡ്ജോയിന്റ് പി. അപ്പൊ പി ഇൻവേഴ്സ് കിട്ടി. എ നമ്മുടെ കയ്യിലുണ്ട്, പി ഉണ്ട്. ഈ പി ഇൻവേഴ്സിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിന് വീണ്ടും പി കൊണ്ട് മൾട്ടിപ്ലൈ. ഈ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നമ്മുടെ ആൻസറിൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സിലെ മെയിൻ ഡയഗണൽമെന്റ്സ് എല്ലാം 3, 4, 1 ആയിരിക്കും. ബാക്കി എല്ലാം എന്തായിരിക്കും? 0. മെയിൻ ഡയഗണൽമെന്റ്സ് എല്ലാം 3, 4, 1 ആയിരിക്കും. ബാക്കിയുള്ളത് നമ്മൾ ഏത് ഓർഡറിലാണ് എടുത്തത്? ഫസ്റ്റ് 3, സെക്കൻഡ് 4, തേർഡ് 1. ഫസ്റ്റ് 3യുടെ ആണ് ആദ്യത്തെ കോളം, 4ന്റെ ആണ് സെക്കൻഡ് കോളം, 1ന്റെ ആണ് മൂന്നാമത്തെ കോളം. അപ്പൊ അതേ ഓർഡറിൽ തന്നെ വേണം എഴുതാനായിട്ട്. അപ്പൊ നമ്മൾ മെയിൻ ഡയഗണൽമെന്റ്സ് ഇതേ ഓർഡറിൽ 3, 4, 1 എന്ന് എഴുതാം. ബാക്കി എല്ലാം 0 എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഡയഗണലൈസേഷൻ ആയി. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. ഇതിന് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്? ഈ ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. എന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഡയഗണലൈസേഷന്റെ പ്രോബ്ലം ചോദിച്ചതാണ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.